ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. പുറപ്പാട് പുസ്തകം 33:14 മോശ അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവനോട്, ഇത് സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം വിടുവിച്ച് കൊണ്ടുപോരുമ്പോൾ മോശ ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷയാണല്ലോ. അതേപോലെ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നും മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ നമ്മുടെ പാതകൾ തിരഞ്ഞെടുക്കാതെ, നമ്മുടെ വഴികൾ തിരഞ്ഞെടുക്കാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും തക്ക സമയങ്ങളിൽ അവിടുന്ന് നമുക്ക് ആലോചന പറഞ്ഞു തന്ന് വഴി കാട്ടിത്തന്ന് നാം പോകേണ്ടുന്നതാകുന്ന പാതയിലൂടെ നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നവനാണ് നമ്മുടെ നല്ല ഇടയൻ. എന്നാൽ പലപ്പോഴും മനുഷ്യൻ അവൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ അവന് ഹിതകരമാകുന്ന നിലയിൽ, അല്ലെങ്കിൽ അവന് കണ്ണിന് ഇമ്പകരമായതോ അല്ലെങ്കിൽ പെട്ടെന്ന് നല്ലതെന്ന് തോന്നുന്നതോ ആയ വഴികൾ തിരഞ്ഞെടുത്ത് മുൻപോട്ട് കടന്നു പോവുകയും പിന്നത്തേതിൽ അതിന്റെ ദുഃഖങ്ങളും വേദനകളും അവൻ പേറേണ്ടി വരുന്നതുമാണല്ലോ മനുഷ്യ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ മോശ ആ മിസ്രയീമിലെ അടിമത്വത്തിന് ശേഷം ജനവുമായി പുറപ്പെട്ട് പോരുമ്പോൾ പല സന്ദർഭങ്ങളിൽ പ്രതികൂലങ്ങളുണ്ട്, അനേക പ്രതിസന്ധികളുണ്ട്. ഇതെല്ലാം നമുക്കറിയാം. ചെങ്കടൽ അവരുടെ മുമ്പിലുണ്ട്, ഫറവോനും സൈന്യവും അവരെ പിന്തുടരുന്ന അനേക അനുഭവങ്ങളുണ്ട്. മറ്റനേക ജാതീയ രാജാക്കന്മാർ അവരെ നശിപ്പിക്കുവാൻ നോക്കിയ അനുഭവങ്ങളുണ്ട്. ഇവിടെയെല്ലാം ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന അനുഭവങ്ങളാണ് നമുക്ക് അവിടെയെല്ലാം കാണുവാനായിട്ട് കഴിയുന്നത്. അനേക പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ, അതേപോലെ ഊരിരുട്ടിൽ, ഇവിടെയെല്ലാം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും കൂടെ ദൈവം അവരെ നടത്തി വിടുവിച്ച് കൊണ്ടുവരുന്ന അനുഭവങ്ങൾ എത്രയോ ആശ്വാസകരമാണ്. 103-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 7-ാം വാക്യത്തിലും ഇപ്രകാരമാണ്, അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു എന്നാണ് അവിടെയും പാടുന്നത്. അതെ, ദൈവത്തോട് ആലോചന ചോദിച്ച് മുൻപോട്ട് പോകുന്ന തന്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് തന്റെ വഴികൾ എക്കാലത്തും അറിയിച്ചു കൊടുക്കുന്ന ദൈവമാണ്. അത് മോശയ്ക്ക് മാത്രമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന സമയം, ആ സമയം ദൈവത്തോട് ആലോചന ചോദിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അത് ആർക്കും തന്റെ വഴി കാണിച്ചു കൊടുക്കുന്ന ദൈവമെന്നാണ് നമുക്ക് ദൈവവചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത് പോലെ തന്നെ ഈ നല്ല ഇടയൻ ഏതൊരു സാഹചര്യത്തിലും കൈവിടാതെ അപ്പോൾ വേണ്ടുന്ന ആലോചന പറഞ്ഞു തന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ആ വചനമാകുന്ന പുൽമേടുകളിലൂടെ സ്വസ്ഥതയുള്ള വെള്ളം നൽകി ഏത് പ്രതിസന്ധിയിലും മുൻപോട്ട് നടത്തുവാൻ ശക്തനായ ദൈവം തന്നെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാമല്ലോ. അവിടുന്ന് നമ്മെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി
കരുതും അവൻ നല്ലയോ ഹരി. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും.